കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. ഞായറാഴ്ചയാണ്, നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത് നോക്കാം, നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ പ്രദക്ഷിണം ചെയ്ത് വരാം. അങ്ങനെ വന്ന് നമുക്ക് നേരെ ഗണപതി ക്ഷേത്രത്തിൽ അത്തിമര ഗണപതിനെ ഒന്ന് കണ്ട് തൊഴുത് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് വരാം. അത് കഴിഞ്ഞാൽ നേരെ ഗോപുരവാതിൽ കടന്ന് വാതിൽപ്പടി കയറുന്നതിൻ്റെ മുൻപ് കേശവൻ്റെ 2 കൊമ്പ് കാണാം. അതേപോലെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് നമുക്കങ്ങനെ കയറാം. വാതിൽപ്പടി ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം, മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയിരുന്ന പീഠം കാണാം. അവിടെ കിടാവൾക്ക് കത്തി നിൽക്കുന്നുണ്ട്, അതൊന്ന് കണ്ട് തൊഴാം. വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴാം. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണുന്നത് ഗരുഡനെയാണ് കേട്ടോ. ചന്ദനം കൊണ്ട് കളഭം കൊണ്ട് ഗരുഡനെ ചാർത്തിയിട്ടുണ്ട്. ഗരുഡൻ്റെ പുറത്തങ്ങനെ ഇരിക്കണോ, അങ്ങനെ 2 കാൽവളകൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, വെളുത്ത പാവുമുണ്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. 2 കാലിങ്ങനെ, അതേപോലെ അരമണി കിങ്ങിണി കാണാണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ മാറത്ത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. ചതുർബാഹുവാണ്. ചതുർബാഹുവായിട്ടുള്ള ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണു ആയിട്ടാട്ടോ, മഹാപ്രഭുവായിട്ടാണ് ശ്രീലകത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചാർത്ത്. എന്താ രസം. ഇങ്ങനെ അടുത്തൊന്നും കാണില്ല എന്ന് പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരോ പ്രത്യേകത അങ്ങനെ കാണാം. നല്ല രസമായിട്ടുള്ള ചാർത്ത്. അങ്ങനെ ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചതുർബാഹുവായിട്ടുള്ള ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി, ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമര പൂവ് കൊടുത്തിട്ടുണ്ട്. ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല കിരീടത്തിൻ്റെ മുകളിലുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളാണ്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള അതേപോലത്തെ 2 എണ്ണം. അതേപോലെ വലിയൊരു ഉണ്ടമാല. അതെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തുളസിയും തെച്ചിയും തന്നെയാണ് അങ്ങനത്തെ. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച കേട്ടോ. എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ആര് വിളിച്ചാലും അവിടേക്ക് എത്തും എന്നുള്ളതിലാണ്. ഗരുഡൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആരാണോ വിളിക്കുന്നത് അവിടേക്ക് വന്നിട്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ്. ആരുടെയൊക്കെ വിഷമാണോ അതൊക്കെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ മഹാപ്രഭുവായിട്ട് ആ വൈകുണ്ഠനാഥനായിട്ടാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നല്ല രസമായിട്ട് അത് ചാർത്തിയിട്ടുമുണ്ട്. അങ്ങനെ നമ്മളവിടെ കണ്ട് തൊഴുതു. അവിടുന്ന് നമ്മൾ ആദ്യം തന്നെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് വരുമ്പോൾ ആ ആലിലക്കണ്ണനെ നോക്കി തൊഴുത്, സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരും. ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനൊന്നും പീലിയുണ്ട്, കാണാൻ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം നമ്മളങ്ങനെ കോർണറിൽ കൂടെ വന്നിട്ട് ചെറിയ ഗണപതിനെയും അതേപോലെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ അവിടുന്ന് വന്ന പിന്നെ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ കളഭാലങ്കാരം ഉച്ചപൂജയൊക്കെ മേൽശാന്തി തന്നെയാണ് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. മേൽശാന്തി കവപ്രമാരാത്ത അച്യുതൻ നമ്പൂതിരിപ്പാടാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാൻ അർച്ചന പ്രസാദം വാങ്ങി വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ ഒരു രൂപവും പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണു അകത്തും പുറത്തും ഒരേ രൂപത്തിലിരിക്കുന്ന കാഴ്ച കണ്ട് അനന്തപത്മനാഭസ്വാമിയെ കാണാനായിട്ട് പോവാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെയും ധാരാളം മാലകളുണ്ട്. തുളസിപ്പൂവ് ധാരാളമുണ്ട്, തെച്ചിപ്പൂവുണ്ട്, താമര ഉണ്ട്, എല്ലാം നന്നായിട്ട് മാലകളായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നേരെ തിരിച്ചു വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയൊക്കെ കണ്ട് തൊഴാം, മുരുകനെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വെറ്റിലമാല ഉണ്ട്, കുറച്ച് കുങ്കുമമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. കർക്കിടക മാസമാണ്, ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. രാമനെ പ്രാർത്ഥിച്ചാൽ, ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചാൽ ഹനുമാൻ സ്വാമി അവിടേക്ക് എത്തും എന്നാണ്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ ഒരു ഉണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനെയും കൃഷ്ണനെ രാധയൊക്കെ ഉള്ളത് കണ്ട് കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് നമുക്കങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം കിഴക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് കിടാവിളക്ക് കത്തുന്നത് കണ്ട് അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ട് തൊഴുത് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അമ്മ അടുത്തെത്തിയിട്ട് അമ്മയെ തൊഴാം. അങ്ങനെ വരുമ്പോൾ അവിടെ തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനെ അങ്ങനെ പോന്ന് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഗോളക തന്നെയാണ് ഇറക്കിയത്. പിന്നെ നല്ല ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ധാരാളം തെച്ചിപ്പൂക്കളും ഒക്കെ ആയിട്ട് അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയി ദർശന സാഫല്യം നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വിഷ്ണു ഭഗവാനെ, ഗരുഡാരൂഢരായിരിക്കുന്ന ചതുർബാഹുവായ മഹാപ്രഭുവായ വിഷ്ണു ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാം, നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇതാ കളഭാലങ്കാരം അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. കിരീടമൊക്കെ ഇട്ടുണ്ട്. ഒരു പാവുണ്ടയാണ് ചുറ്റിയിട്ടുള്ളത്. കറുത്ത മുണ്ട് അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ വലിയ ഒരു നല്ല മാല ഉണ്ട്. പിന്നെ വലിയ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ വയ്ക്കുമ്പോൾ ആ നടുക്കലുള്ള കാളിയമർദ്ദന രൂപത്തെ കണ്ടു തൊഴാം. പിന്നെ പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിൽ നിന്ന് തൊഴുത് അങ്ങനെ നമ്മൾ ഭഗവതിയുടെ നടയിലെത്തി അവിടെ ഒന്ന് തൊഴുത് പിന്നെ ആ വലിയ ദീപസ്തംഭമായ കിഴക്കേലുള്ള
ദീപസ്തംഭത്തിനെ ഒന്ന് കണ്ട് അതിനെ അവിടെ നിന്ന് നോക്കിയിട്ട് ഗുരുവായൂരപ്പനെ ഒന്നുകൂടി കണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ തെക്കേ നടയിലെത്തി ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ കണ്ട് തൊഴുന്നത് പോലെ സങ്കല്പിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും അതിൻ്റെ ആ ഒരു പുണ്യം, ആ അനുഗ്രഹം കിട്ടും. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം കിട്ടും. നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ശ്യാമള ബാലകൃഷ്ണൻ്റെ ആങ്ങളുടെ മകന് പെട്ടെന്ന് അസുഖം ഭേദമാവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി, അതുപോലെ ശ്രീകുമാർ തിരുവോണം ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും വേഗം സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് രാമായണത്തിൽ തന്നെ ഒരു കഥ പറയാം. അഹല്യാമോക്ഷമാണ്. എല്ലാവർക്കും അറിയണ്ടായിരിക്കാം, എന്നാലും നമുക്കൊന്ന് പറയാം. അഹല്യ ഒരു കരിങ്കല്ലായി മാറിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി അയോധ്യ രാജധാനിയിൽ ചെന്ന് ശ്രീരാമനെയും രാമലക്ഷ്മണനെയും കൂട്ടി സുബാഹു മാരീച രാക്ഷസന്മാരുടെ ശല്യം തീർക്കാനായി വനത്തിലെത്തി. രാമൻ ബാണം എഴുത് സുബാഹുവിനെയും മറ്റുള്ള രാക്ഷസന്മാരെയും കൊന്നു. മാരീചൻ ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം അവർ ഗംഗാതീരത്തുള്ള ഗൗതമ ആശ്രമത്തിലെത്തി. കുസുമലതാദികളാൽ മനോഹരമായ ആശ്രമം കണ്ടപ്പോൾ ശ്രീരാമന് അത്ഭുതമായി. മഹർഷിയോട് ചോദിച്ചു, ഈ ആശ്രമം ആരുടേതാണെന്ന്. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ പുത്രിയായ ലോകസുന്ദരിയായ അഹല്യയെ ഗംഗാതീരത്ത് ആശ്രമത്തിൽ വസിക്കുന്ന ശ്രേഷ്ഠനായ ഗൗതമ മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അഹല്യയിലെ ഭർത്ത് ശുശ്രൂഷകളും ബ്രഹ്മചര്യ ഗുണങ്ങളാലും ഗൗതമൻ വളരെ സംതൃപ്തനായി. അങ്ങനെ ചിരകാലം അവർ അവിടെ താമസിച്ചു. വിശ്വമോഹിനിയായ അഹല്യയെ കണ്ട് ദേവേന്ദ്രന് കാമാസക്തി കൂടിക്കൂടി വന്നു. എങ്ങനെ ഈ സുന്ദരിയെ അനുഭവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ഊണുമില്ല ഉറക്കമില്ലാതെ ദിനങ്ങൾ പോയി. അങ്ങനെ ഒരു ദിവസം ഗൗതമ മുനി ഒരു സന്ധ്യാവന്ദനത്തിന് പോയ നേരം ദേവേന്ദ്രൻ മഹർഷിയുടെ രൂപം ധരിച്ച് കൊണ്ട് അഹല്യയെ പ്രാപിച്ചു. ഭർത്താവാണ് വന്നതെന്ന് കണ്ട അഹല്യ സ്വാഭാവികമായും പ്രതികരിച്ചില്ല. സൂര്യോദയമായില്ലെന്ന് കണ്ട് മടങ്ങി വന്ന ഗൗതമമുനി ലജ്ജിച്ച് അവിടെ നിൽക്കുന്ന തൻ്റെ സ്വന്തം രൂപം കണ്ട് കോപിച്ച്, ആരാണ് നീ എന്ന് ചോദിക്കുന്നു. എല്ലാം ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നു, സത്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഭസ്മാക്കുന്നു പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ നിവൃത്തിയില്ലാതെ സത്യം തുറന്നു പറഞ്ഞു. വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. മുനി ദേവേന്ദ്രനെ ശപിച്ചു. സഹസ്രഭകനായി ഭവിക്കാൻ ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മം എല്ലാം. അപ്പോൾ ഗൗതമ മുനി ദേവേന്ദ്രനെ ശപിച്ച് അകത്തേക്ക് നടന്നപ്പോൾ പത്നി വിഷമിച്ച് ദീനതയോടെ നിൽക്കുന്നത് കണ്ടു. മുനി കോപിച്ച് ഭർസിക്കുന്നു. ദുഷ്ടേ, ദുരാചാരേ, ദുഷ്ടമാനസേ, നീ എന്താ ചെയ്തത്? നിനക്ക് ഘോരമായ മഹാവ്രതം ശാപം ഞാൻ തരുന്നു. കാമകിങ്കര ശിലാരൂപവും കൈക്കൊണ്ട നീ രാമപാദം ധ്യാനിച്ച് ഇവിടെ വസിക്കണം. ചൂടും തണുപ്പും മഞ്ഞും വായുവും മഴയും എല്ലാം സഹിച്ച് നിരാഹാരം ചെയ്ത് കരിങ്കല്ലായി മാറുക. ധാരാളം സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീരാമനും അനുജനും ഇവിടെ വന്ന് രാമൻ്റെ പാദം നിന്നെ സ്പർശിക്കുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടി പൂർവ്വസ്ഥിതിയിലെത്തും. അങ്ങനെ നീ പരിശുദ്ധയായാൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ ശുശ്രൂഷിക്കാമെന്ന്. അഹല്യ അന്ന് മുതൽ അവിടെ വസിച്ചു. വിശ്വാമിത്രമുനി പറഞ്ഞു, ശ്രീരാമ, നിൻ്റെ പാദസ്പർശനത്തിന് മോഹിച്ച് ഉത്തമ സ്ത്രീ രത്നത്തിന് നീ ശാപമോക്ഷം കൊടുത്താലും ശ്രീപാദാംബുജം മെല്ലെ വെച്ചതിനു രാമദേവൻ ശ്രീപതി, രഘുപതി, സൽപതി, ജഗൽപതി, രാമോഹം ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് മുനിപത്നിയെ വണങ്ങി. ഭഗവാനെ അഹല്യ കണ്ടപ്പോൾ ഉണ്ടായ ആനന്ദം ആരാലും ചൊല്ലാവതല്ല. സോദരനോടൊപ്പം ചാപബാണങ്ങളോടും കൂടി പീതവസ്ത്രത്തോടും കൂടി ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്രത്തോടും താമര ഇതളിനോട് തോൽക്കുന്ന കണ്ണുകളോടും മനോഹരമായ ഉടലോടും ദേവാദികൾ വന്ദിക്കുന്ന പാദങ്ങളോടും 10 ദിക്കിലും ശോഭിക്കുന്ന കാന്തിയോടും രാമനെ കണ്ട അഹല്യ തന്നെ പത്നി ഗൗതമമുനി പറഞ്ഞത് ഓർമ്മിച്ചു. ഇത് സാക്ഷാൽ നാരായണനാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ തന്നെ എഴുന്നേറ്റ് രാമനെ വേണ്ടും വണ്ണം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ച് സ്തുതിച്ചു കൊടുത്തി. അങ്ങനെ ആ ഒരു ദേവേന്ദ്രൻ ചെയ്ത തെറ്റിന് അഹല്യയും കൂടി അനുഭവിക്കേണ്ടി വന്നു. ഒടുവിൽ അഹല്യയ്ക്ക് ഭഗവത് ദർശനവും പാദസ്പർശനവും മോക്ഷവും സിദ്ധിച്ചു എന്നാണ് കഥ.
ഇനി നാരായണീയം ദശകം 1 8-ാമത്തെ ശ്ലോകം. നമ്രാണാം സന്നിധസ്സേ സതതമഭിപുരസ്ഥൈരനഭ്യർത്ഥിതാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. നാമ്രാണാം പുര സതതം അഭിസന്നിധസ്സേ, അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. തൈ അനഭ്യർത്ഥിതൻ അഭി അർത്ഥാൻ കാമാൻ, ആ നമ്രന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും പരമാനന്ദ സാന്ദ്രാം ഗതിച്ച, മാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയെയും മോക്ഷത്തെയും അജസ്രം വിതരസി, എപ്പോഴും ഏത് ദശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു. ഇത്തം, ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേത്വം, ശ്രീ മഹാവിഷ്ണു അവിടുന്ന് നിശേഷലഭ്യ നിരവധി കഫല പാരിജാത, ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലങ്ങളുള്ളതും ആയ സാക്ഷാൽ കൽപ്പകവൃക്ഷമാകുന്നു. ആയം അർത്ഥിവ്രജ, അപ്പോൾ ആവശ്യക്കാർ. ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം, ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ, കൽപ്പകവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. അഭിലഷതി വ്യർത്ഥം, അതായത് അത് ആഗ്രഹിച്ച കിട്ടില്ല എന്നർത്ഥം. അല്ലയോ ഹരേ, ജീവസമൂഹങ്ങൾക്കും സുഗ്രഹനും മോക്ഷദായകനുമാകുന്ന അങ്ങാകുന്നു പാരിജാതം. നമസ്കാരം മാത്രം ചെയ്യുന്ന ഭക്തന്മാരുടെ മുമ്പിൽ പോലും പ്രത്യക്ഷനാവുകയും അവർ അപേക്ഷിക്കാതെ തന്നെ വരദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന സായുജ്യമുക്തിയെയും ദാനം ചെയ്യുന്നു. ഇപ്രകാരം എണ്ണമറ്റ ഫലങ്ങൾ നിറഞ്ഞ അങ്ങാകുന്നു പാരിജാതം പ്രത്യക്ഷമായിരിക്കുമ്പോൾ അർത്ഥകാമാന്മാരായ ജനങ്ങൾ യാഗാദി കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇന്ദ്രാദി ദേവകളെ പ്രീതിപ്പെടുത്തി ഇന്ദ്രൻ്റെ പൂന്തോപ്പിൽ പാരിജാതം എന്ന പേരോടുകൂടി നിൽക്കുന്ന വെറുമൊരു വൃക്ഷത്തെ ബഹുപ്രയാസം ചെയ്തും പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് ഗുരുവായൂരിൽ മേയുന്നു ഭക്തജനങ്ങൾക്ക് ഏതു സമയത്തും ദർശനഭാഗ്യം നൽകി ഇരിക്കുന്നു. ഹന്തഭാഗ്യം ജനാനാം എന്നർത്ഥം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.